നമസ്കാരം. ഈ കഥ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ചുമരുകളൊക്കെ കല്ലും മണ്ണും സിമൻറ്റും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കണതാണല്ലോ. ആ നാട്ടിലെ വീടുകളുടെ ചുമര് അങ്ങനെ ആയിരുന്നില്ല. അവർ വീടുകളുടെ ചുമരുണ്ടാക്കിയിരുന്നത് മരം കൊണ്ടായിരുന്നു. മരം കൊണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ മരം കൊണ്ടുള്ള ചുമരുണ്ടാക്കുമ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ആദ്യം ഒരു മരം വയ്ക്കും, എന്നിട്ടൊരു ചുമരുണ്ടാക്കും, അതിനോട് ചേർന്ന് മറ്റൊരു ചുമര്, അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും. അങ്ങനെയാണ് അവിടുത്തെ ചുമരുണ്ടാക്കുക. അങ്ങനെ ഒരു വീടുണ്ടാക്കി. ആ വീട്ടിൽ കുറേ ദിവസം അയാൾ താമസിച്ചു. ഒരു കുടുംബം. കുറച്ച് ദിവസം കഴിഞ്ഞു, കുറച്ച് ദിവസമല്ല, മാസങ്ങൾ കഴിഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ദിവസം വീട്ടുടമസ്ഥൻ നോക്കുമ്പോൾ അതിൽ ചുമരിൻ്റെ ഒരു ഭാഗത്ത് ഒരു കേട് കണ്ടു. അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി അയാൾ പണിക്കാരനെ വിളിച്ചു. പണിക്കാരനെ വിളിച്ചു. അയാൾ വന്നു. അയാൾ ആ ഭാഗം, ഞാൻ പറഞ്ഞില്ല, 2 ലെയറായിട്ടാണ്, രണ്ട് ഇതാണ്. അപ്പോൾ അതിൽ മുൻഭാഗത്തെ ആദ്യത്തെ പാളിങ്ങട് പൊളിച്ചെടുത്തപ്പോൾ ആ വീട്ടുകാരൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടു. എന്താ പെട്ടെന്നറിയോ? ഒരു പല്ലി, ഗൗളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ ആ സാധനം. ആ പല്ലി ആ ചുമരിലിരിക്കണു, അകത്തെ ചുമരിൽ. വെറുതെ ഒരു പല്ലി ഇരിക്കുകയല്ല, അതിനൊരു അപകടം പറ്റിയിട്ടുണ്ട്. എന്താ അപകടം എന്നറിയോ? അതിൻ്റെ ശരീരത്തിൽ കാലിൻ്റെ തൊടയുടെ ഭാഗത്തായിട്ട് ഒരാണി ഇവർ വീട് പണിയണ സമയത്ത് അടിച്ചിറക്കിയിരിക്കണം. അപ്പോൾ ആ പല്ലിക്ക് അവിടുന്ന് നീങ്ങാൻ പറ്റില്ല. ആ പല്ലി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പല്ലിക്ക് ജീവനുണ്ട്. അയാൾക്ക് ഭയങ്കര അത്ഭുതമായി. ഇങ്ങനെ ഇളകാൻ പറ്റാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്നൊരു പല്ലി എങ്ങനെ ജീവിക്കണേ? ഭക്ഷണം വേണമല്ലേ നമുക്കൊക്കെ ജീവിക്കാൻ. ഈ പല്ലിക്ക് എവിടുന്ന ഭക്ഷണം കിട്ടണേ? ഇയാളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അയാൾ പണിക്കാരെയൊക്കെ പറഞ്ഞയച്ചു. അയാൾക്കിത് അറിഞ്ഞേ പറ്റൂ. അയാൾ എന്ത് ചെയ്തു? അതിൻ്റെ അടുത്ത് ഒരു കസേരയൊക്കെ ഇട്ട് ഈ പല്ലിയെ നിരീക്ഷിച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അന്ന് ഒരു വൈകുന്നേരമാണ് ഇത് കണ്ടെത്തിയത്. അന്ന് രാത്രി മുഴുവൻ ആൾ ഉറക്കൊഴിച്ച് കാത്തു, ഒന്നും കണ്ടില്ല. പിറ്റേ ദിവസം കാത്തിരിക്കുമ്പോണ്ട് ഒരു കാഴ്ച അയാൾ കാണും. എന്താ അറിയോ? ഒരു പല്ലി, അതിൻ്റെ വായിൽ ചെറിയൊരു പ്രാണിയുണ്ട്. അതും കൊണ്ട് ഈ പല്ലിയുടെ അടുത്തേക്ക് വന്ന് ഈ പല്ലിയുടെ വായുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ പ്രാണിയെ കാണിച്ചു. ഉടനെ മറ്റേ പ്രാണി അതിനെ കടിച്ചു, അത് തിന്നു. പിന്നെയും ഈ പല്ലി പോയി വീണ്ടും പ്രാണിയെ കൊണ്ടുവന്നു. അങ്ങനെ പല വട്ടം കൊണ്ടുവന്ന് ഇതിന് തിന്നാൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ വയറ് നിറഞ്ഞതോടുകൂടി ആ മറ്റേ പല്ലി കാണാനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം നമ്മുടെ ഇടയിലൊന്നും ഇല്ലാത്ത, മനുഷ്യന്മാരുടെ ഇടയിലില്ലാത്ത സ്നേഹമല്ലേ വർഷങ്ങളോളമായിട്ട് ഈ പല്ലിക്ക് മറ്റേ പല്ലി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണു. എന്തൊരു സ്നേഹമല്ലേ! നമ്മളൊക്കെ അതുപോലെ ആവണം. നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ വീട്ടിലുള്ളവരെയും ഒക്കെ നല്ലോണം സ്നേഹിച്ച് പറ്റുന്നത്ര അവരെ സഹായിക്കുന്ന നല്ല കുട്ടികളായിട്ട് നിങ്ങൾ മാറുമല്ലോ അല്ലേ? പല്ലിക്കഥ ഇഷ്ടമായില്ലേ? ഓക്കേ.